അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്ത് പറയുന്നത് വെച്ചാൽ നമുക്ക് iOS മൊബൈൽ, അതായത് നമ്മുടെ കയ്യിൽ ഐഫോൺ ഇല്ലെങ്കിൽ നമുക്ക് ഐഫോണിലത്തെ മാതിരിത്തെ സ്റ്റോറീസൊക്കെ ഇപ്പോൾ ഇടാൻ പറ്റുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ കൂടുതൽ അങ്ങനത്തെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്തേക്കുന്നതും ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ സിമ്പിളായിട്ട് എനിക്കൊരു കാര്യം പറഞ്ഞുതരാം. അതായത് നമുക്ക് iOSലൊരു പ്രത്യേക ടൈപ്പിൽ ഫോൺ ഡോൾ വരും. അതായത് ഇപ്പോൾ ആൻഡ്രോയിഡ് യൂസേഴ്സിൻ്റെ നോർമലി കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള നമ്മുടെ iOSലാണ്. അപ്പോൾ അങ്ങനത്തെ ഫോൺ ഡോൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെ സ്റ്റോറി ഇടാന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് iOSൻ്റെ ഇമോജി 4K നല്ല ക്ലിയർ ആയിട്ടുള്ള ഇമോജീസ് നമുക്ക് എങ്ങനെ ഇടാമെന്നാണ് നമ്മൾ എന്തൊരു വീഡിയോ ടോപ്പിക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു ഹോണിസ്റ്റ പറഞ്ഞൊരു ആപ്പിനെ കുറിച്ചിട്ട് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റിലാണ് ഇങ്ങനത്തെ ഒരു ഫീച്ചേഴ്സ് അവർ കൊടുത്തേക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായി കാണാം, അതിന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയുന്നുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലേക്ക് അനുസരിച്ചിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നമ്മളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മൊബൈൽ സിമ്പിളായിട്ട് തന്നെ എത്തുന്നതാണ്. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ബോറടിപ്പിക്കുന്നില്ല, സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഹോണിസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മളൊരു ഫയൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫയലിലാണ് ബാക്കിയുള്ള കുറച്ച് നമ്മുടെ മെറ്റീരിയൽസ്, അതായത് വീഡിയോക്ക് വേണ്ടിയുള്ള മെറ്റീരിയൽസ് എടുക്കുന്നത്. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ടെലഗ്രാമിൽ അല്ലെങ്കിൽ മീഡിയ ഫയലിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ടെലഗ്രാമിൽ നിന്ന് എങ്ങനെ എടുക്കാൻ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോയിൽ പോകണായിട്ട് മുന്നേ ഹോണിസ്റ്റയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ വീഡിയോ തുറന്നിട്ട് മുന്നേ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ, അപ്പോൾ ഗൈസ് 13% മാത്രമാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ. അപ്പോൾ ഇപ്പോഴും നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്താലും ഈ വീഡിയോ കാണുന്നുണ്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാച്ചെങ്കിൽ കുറച്ചുകൂടി നമുക്കത് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇനി പറഞ്ഞാൽ നമ്മൾ ബോറടിപ്പിക്കില്ല. ഫസ്റ്റ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ഗൈസ് ടെലഗ്രാമിൽ നമ്മുടെ ഫയൽ ഇങ്ങനെ നമുക്ക് എടുക്കുന്നുണ്ടാവുക. കാരണം ഇപ്പോൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല. കാരണം ഇപ്പോൾ പബ്ലിഷ് ചെയ്ത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പാസ്വേഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണുക, ലാസ്റ്റ് എന്തെങ്കിലും പാസ്വേഡ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ടെലഗ്രാമിൽ നിന്ന് നിങ്ങൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ താഴെ ലിങ്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് അവിടെ നിന്ന് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനും പറ്റും. പിന്നെ അമ്മാതിരി ഹോണിസ്റ്റയുടെ ലേറ്റസ്റ്റ് വേർഷൻ ഞാൻ ടെലഗ്രാമിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് സിമ്പിളായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷെയർ പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക വെച്ചെങ്കിൽ സെഡ് ആർച്ചിവർ പറഞ്ഞൊരു ആപ്പ് നിങ്ങൾ കയറ്റി വെക്കണം. അതെന്തായാലും നിങ്ങളുടെ കയ്യിലുണ്ടാവും വിചാരിക്കുന്നു. ജസ്റ്റ് ഇതിലൊന്നും ആഡ് കൊടുക്കുക വെച്ചാൽ ഇവിടെ ഹോണിസ്റ്റ ഒറിജിനൽ ഫോൺ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതങ്ങനെ ഫോണിൽ ലോക്കറായി എടുക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതിന് കുറച്ചുകൂടി ബാക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഹോണിസ്റ്റയുടെ സിപ്പ് ഫയൽ എടുക്കുന്നുണ്ടാവും. ജസ്റ്റ് ടൈം ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ എക്സ്ട്രാക്ട് ഹെയർ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് വരിക. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കും, ലാസ്റ്റ് എന്തായാലും സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ ആ പാസ്വേഡ് എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാക്ട് ആയിട്ട് ഇതേമാതിരത്തെ ഒരു ഫയലായിട്ട് ഇവിടെ വരുന്നതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഹോണിസ്റ്റയിൽ പോയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഹോണിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ബാക്കി ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിവിടെ ഹോണിസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ടോപ്പിൽ തന്നെ നമുക്കൊരു സെറ്റിങ്സിൻ്റെ ചിഹ്നം കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തീം ആൻഡ് UI പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ആഡ് ടു സ്റ്റോറി ഫോണ്ട് പറഞ്ഞിട്ട് ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫ്രം ലോക്കൽ സ്റ്റോറേജ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ റീസെൻ്റ്ലി നമ്മുടെ എവിടെയാണ് നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഇന്ന് നമുക്കിപ്പോൾ ഫോണുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങളിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഡിവൈസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ടെലഗ്രാമിലാണ് നിങ്ങൾ എടുത്ത് വെച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോവാച്ചും കാണാൻ പറ്റും. ഞാനിപ്പോൾ എന്തായാലും എൻ്റെ ഒരു ഫയലാക്കിയിട്ട് വെച്ച കാരണം ഞാൻ നിങ്ങൾക്ക് അതിനകത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് എവിടെ എടുക്കേണ്ട വെച്ചാൽ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ യെസ് ഗൈസ് ടെലഗ്രാം പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫയൽസ് നോക്കുകയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാക്ട് ചെയ്ത് എൻ്റെ ഒരു ഫയൽ ഇവിടെ എടുക്കുന്നുണ്ടാവും. ഇനി ഞാൻ ചെയ്യുന്ന മാതിരി ചെയ്തിട്ട് അത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൽ എക്സ്ട്രാക്ട് ചെയ്തിട്ടില്ല. അതിനുശേഷം ജസ്റ്റ് ഞാൻ മേക്ക് ചെയ്ത ഫയലിൽ നിന്ന് എടുത്തിട്ട് ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച മാതിരിയാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. ഇതുമാതിരി ചെയ്യരുത്. കാരണം ഞാൻ അത് മുന്നേ ഒരു ഫയൽ മേക്ക് ചെയ്ത കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതിന് എടുത്തതിന് ശേഷം ഹോണിസ്റ്റ iOS ഒറിജിനൽ ഫോണ്ട് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ iOS സ്റ്റോറി ഫോണ്ട് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 5 ഫോണ്ടുകളൊന്ന് എടുക്കുന്നത് കാണാൻ പറ്റും. അതിനുശേഷം ഇതൊക്കെ ഉണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിക്കും കംപ്ലീറ്റ് ചേഞ്ച് ചെയ്ത ഫോണ്ട് പ്ലീസ് റീസ്റ്റാർട്ട് ദ ആപ്പ് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ആപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും റീ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമ്മൾ സ്റ്റോറി ചെക്ക് ചെയ്യുക വെച്ചെങ്കിൽ നിങ്ങൾക്ക് അവിടെ iOSൻ്റെ ഫോണ്ട് വന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റോറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും നമുക്ക് ഇപ്പോൾ iOSൻ്റെ ഫോണുകളൊക്കെ ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
അപ്പോൾ ബാക്കി നമുക്കിങ്ങനെ iOS ഇമോജി അതിന് സെറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത മാതിരി സെറ്റിംഗ്സ് ഓപ്ഷൻ എടുത്തതിന് ശേഷം തീം ആൻഡ് യു എன்ற ഓപ്ഷൻ എടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ അടിയിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഇമോജി ടൈപ്പ് എன்ற ഓപ്ഷൻ. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫ്രം ലോക്കൽ സ്റ്റോറേജ് നേരത്തെ നമ്മൾ ചെയ്ത മാതിരി തന്നെ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ച ഡയറക്റ്റ് ആ ഓപ്ഷനിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് ജസ്റ്റ് എടുത്ത് വരാം. ജസ്റ്റ് ബാക്ക് വരിക. അതിനുശേഷം iOS 16 ഇമോജി ഫയൽ എன்ற ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ഒന്ന് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഹോണിസ്റ്റ് ഒന്ന് എടുത്തിട്ട് സ്റ്റോറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾക്ക് ഇനി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇമോജീസൊക്കെ വർക്ക് ആവുന്നുണ്ടോയെന്ന്. അപ്പോൾ ഗൈസ് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഇമോജീസ് ഇല്ലെങ്കിലും പോലും നിങ്ങൾ ഈ ഇമോജീസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അല്ലാതെ നമ്മുടെ കയ്യിൽ ഇമോജി വേണമെന്ന് തന്നെ ഇല്ല. ജസ്റ്റ് ഡണ്ണ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാവും ഇമോജിയുടെ വന്നേക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കില്ല. നമ്മളിപ്പോൾ ഏത് ഫോണിലിട്ട് ചെയ്യാച്ചാലും കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒന്നും കാണില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്ന ടൈമിൽ നമുക്കിവിടെ ഇമോജീസ് എൻ്റർ ചെയ്താലും ഒന്നും കാണില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വർക്കിംഗ് അല്ല എന്ന്. ജസ്റ്റ് ഡണ്ണ് കൊടുക്കാച്ചിങ്ങാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവുക ഇമോജീസൊക്കെ ഇവിടെ വർക്കാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോണിൽ വെച്ചിട്ട് ചെയ്യാം. അതിന് ഡണ്ണ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നോർമൽ ഇമോജി ആണെങ്കിൽ പോലും നമുക്കിതിൽ ചെയ്ത് വരുമ്പോൾ iOS ഇമോജി ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതേമാതിരി കൂടുതൽ വീഡിയോസ് ഇട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെല്ലൈക്കൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷനിൽ ഇടാച്ചിങ്ങി അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ബ്രോ ഇതിൽ സ്റ്റോറി ഇട്ടാൽ റൈറ്റ് ഇമോജി കാണുമോ? അപ്പോൾ ജസ്റ്റ് അതിനുള്ളൊരു വീഡിയോയാണ് നമ്മൾ ഇന്ന് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ ഇമോജീസൊക്കെ ഇട്ടിട്ട് ഇനി സ്റ്റോറി ഇടാൻ പറ്റും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിൻ്റെ കൂടുതൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യം പുതിയ ആൾക്കാർ കാണാൻ വെച്ചാൽ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യാൻ കൂടുതൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോവാച്ചെങ്കിൽ കൂടുതൽ വീഡിയോസൊക്കെ ഇതിൽ തന്നെ ഇരുന്ന് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.